തവനൂരിൽ കെ.ടി. ജലീലിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ സിപിഎം പ്രാദേശിക നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ജലീലിനെ പിന്നെ എന്തിനു മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ച. ഇന്ന് മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ച കെ.ടി. ജലീൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. പാർട്ടിക്കു വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ച ജനകീയരായ നേതാക്കളെ തഴഞ്ഞാണ് ജലീലിനെ വീണ്ടും പരിഗണിക്കുന്നത്. കൊട്ടുമുഴുവൻ ചെണ്ടയ്ക്കും കൂലി മാരാർക്കുമെന്നതാണ് അവസ്ഥ. ജില്ലാ നേതാക്കന്മാർക്കെതിരെയും വിമർശനങ്ങളുണ്ട്. ജംഷീർ കൊടിഞ്ഞി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജംഷീർ, തവനൂരിൽ മത്സരിക്കാനില്ല, ഇനി പാർട്ടി നേതൃത്വം തീരുമാനിക്കട്ടെ, മത്സരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ കെ.ടി. ജലീലിനെ വീണ്ടും എന്തിനാണ് തവനൂരിൽ മത്സരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉയർന്നാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറയാം. എന്തൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? കെ.ടി. ജലീൽ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല എന്നുള്ള ആരോപണങ്ങളാണോ ഉള്ളത്? തീർച്ചയായിട്ടും ജിൽസി, അതായത് നമുക്കറിയാം കെ.ടി. ജലീൽ നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു, താൻ മത്സരിക്കാനില്ല എന്ന്. എന്നാൽ പിന്നീട് പാർട്ടി അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കുകയും മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യം വെക്കുകയും പിന്നീട് അദ്ദേഹം മത്സരിക്കുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ തവനൂരിലെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ചർച്ച വ്യാപകമായിരിക്കും. എന്ന് വെച്ചാൽ എന്തിനാണ് മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളെ വീണ്ടും മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്? അദ്ദേഹം 2 വർഷം മുമ്പ് തന്നെ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. അതിന്റെ ഭാഗമായി മണ്ഡലത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കാറേയില്ല, മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇപ്പോൾ അവസാനം നടന്ന പരിപാടിയിലടക്കം താൻ ഇനിയില്ല എന്ന് സൂചന നൽകിക്കൊണ്ടൊരു വിടുവാങ്ങൽ പ്രസംഗം പോലെ താൻ ഇല്ല എന്ന് പറഞ്ഞ് കൃത്യമായി വ്യക്തമായി പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് പിന്നെ മണ്ഡലത്തിൽ വീണ്ടും മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ വാട്സപ്പ് ചാറ്റുകളിലെല്ലാം തന്നെ അതാണ് കാണുന്നത്. ഈ മണ്ഡലം ഉണ്ടായ കാലം മുതൽ തന്നെ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. 4 തവണ അദ്ദേഹം മത്സരിച്ചു, 1 തവണ മന്ത്രിയായി. ഇങ്ങനെയെല്ലാമായി അദ്ദേഹം തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്? ആ ചോദ്യത്തിൽ നിന്നാണ് അത് ചർച്ചകൾ പോകുന്നത്. അതായത് ചില മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ, ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. അവർക്ക് വേണ്ടവരെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയരുന്നത്. പാർട്ടിക്ക് പ്രാദേശികമായും അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ തന്നെയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ജ്യോതി ബാസ്, കൂട്ടായി ബഷീർ ഉൾപ്പെടെയുള്ള പൊന്നാനിലാൽ ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ, പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് അവർ. അവരെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് കുറച്ചധികം നാളുകളായി അവരെയൊക്കെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം ഉയരുന്നത്. അതിന് പിന്നിൽ ഒരു മുതിർന്ന നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ള ആരോപണവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യും. ഇത്തവണ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാതെ ഒരാൾ പോലും ഇല്ലാതെ പോയതൊക്കെ ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ജില്ലാ നേതൃത്വം സാധാരണ പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും പ്രാദേശികമായ നേതാക്കന്മാരെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തവനൂരിലെ കെ.ടി. ജലീലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊരു ആവശ്യം അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം സജീവ ചർച്ചയാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ജംഷീർ കൊടിഞ്ഞി നൽകിയത്.